പ്രശാന്ത്, ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് ഡെങ്കിപ്പനിയും എലിപ്പനിയും വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ RRT യോഗം ചേർന്നതിന് പിന്നാലെയാണ് ഈ വിലയിരുത്തൽ വരുന്നത്. ഈ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകളാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്? ആരോഗ്യവകുപ്പിൻ്റെ യോഗം ചേർന്നതിന് ശേഷം ഉണ്ടായത് മുന്നറിയിപ്പാണ്. കാരണം ഇത്തരത്തിൽ മഴ കെടുതികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സാംക്രമിക രോഗങ്ങൾ പടരുവാനും അതോടൊപ്പം തന്നെ കൊതുക് അടക്കമുള്ളവ മുട്ടയിട്ട് പെരുകുവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് ഡെങ്കിപ്പനി അടക്കമുള്ളവ ഉണ്ടാകുവാൻ സാധ്യത. അതായത് ഇനി വരുന്നത് ഈ ജൂൺ മാസത്തോടു കൂടി മഴ കൂടുതൽ ശക്തമാവുകയും പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്യും. അപ്പോൾ അവിടങ്ങളിലെല്ലാം ഇത്തരത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുകയും അത് പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് പറയുന്നത്. അതായത് ഡെങ്കിപ്പനി അടക്കമുള്ള രോഗങ്ങൾ, കേവലം ഒരു ഡെങ്കിപ്പനി മാത്രമല്ല, സമാനമായ സാഹചര്യത്തിൽ സാംക്രമിക രോഗങ്ങൾ അടക്കം പടർന്നു പിടിക്കുവാനുള്ള സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു പ്രതിപ്രവർത്തനം എന്ന നിലയിൽ ഈ കൊതുകിൻ്റെ മുട്ട നശിപ്പിക്കുന്നത് അടക്കമുള്ള അടിയന്തര നടപടിയിലേക്ക് കടക്കണം. മാത്രമല്ല മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടാതിരിക്കുള്ള നീക്കങ്ങൾ നടത്തണം. മാത്രമല്ല ഈ അടിയന്തര സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ എങ്ങനെ ഫലപ്രദമായി നേരിടാമെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നലെ ചർച്ച ചെയ്തത്. എന്തായാലും ഇതിനൊരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഇത്തരത്തിൽ മഴ ഇങ്ങനെ ശക്തമായി തുടരുകയും അത് വെള്ളക്കെട്ട് രൂപപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കിപ്പനി അടക്കമുള്ളവ പടർന്നു പിടിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല ഇപ്പോൾ ഈ പേവിഷബാധ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് പലയിടങ്ങളിലും പട്ടി കടിക്കുന്നതെല്ലാം അത് പേവിഷബാധയായിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലടക്കം ഈ ആൻറ്റി റാബിസ് വാക്സിൻ എത്തിക്കുവാനുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് ഇന്നലത്തെ യോഗത്തിൽ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നൊരുക്കങ്ങളുടെ ഭാഗത്ത് ആരോഗ്യവകുപ്പിൻ്റെ ഒരു നടപടി എന്ന നിലയിൽ ഇന്നലെ ഒരു യോഗം ചേർന്ന് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളെന്ന് പറയുന്നത് ഇതിൽ ഇനി ഇത്തരം രോഗം വരാതെ ശ്രദ്ധിക്കുവാനുള്ളൊരു മുന്നറിയിപ്പ് എന്ന നിലയിലും പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളടക്കം നടത്തിക്കൊണ്ട് എത്രത്തോളം ഏത് രീതിയിലെല്ലാം ഇതിനെ തടയിടാമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇതിന് എത്ര കണ്ട് ഫലപ്രദമായി വരാം എന്നതാണ് ഇനി നമുക്ക് നോക്കിക്കാണേണ്ടത്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ എല്ലാ വർഷവും സാമാന്യമായ രീതിയിൽ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലെല്ലാം ഇത്തരത്തിൽ യോഗങ്ങൾ ചേരുകയും മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളും ഡെങ്കിപ്പനി അടക്കമുള്ള സാംക്രമിക രോഗങ്ങൾ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന കാര്യങ്ങളെല്ലാം അത്തരത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നെല്ലാം യോഗത്തിൽ പറയുകയും ചെയ്യും. എന്നാൽ തുടർ നടപടികളൊന്നും ഉണ്ടാകാറില്ല. മാത്രമല്ല ഈ മഴക്കാലങ്ങൾ ആയാൽ തുടങ്ങി, അതായത് ജൂൺ ജൂലൈ മാസമാകുമ്പോഴുകൂടി വീണ്ടും സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുകയും അടക്കമുള്ള എലിപ്പനിയും ഡെങ്കിപ്പനി അടക്കമുള്ളവ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തത് പതിവാണ്. സമാനമായ രീതിയിലാകുമോ അതോ ഈ ആരോഗ്യവകുപ്പ് പറഞ്ഞ രീതിയിൽ തന്നെ ഈ മുന്നറിയിപ്പുകൾ നൽകുന്ന മുറയ്ക്ക് തന്നെ ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെന്നതെല്ലാം ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതുള്ളൂ. എന്തായാലും ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആരോഗ്യവകുപ്പ് ഒരു യോഗം ചേർന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്.